ഇവൻ ഡൊമിനിക്. ഇവന്റെ എക്സാമിന് ഇനി 1 മാസം കൂടി ഉള്ളൂ. ആ 1 മാസം ഇവൻ നിന്റെ കൂടെ നിൽക്കട്ടെ. ഇവിടെ വന്നു എന്നിട്ട് ഞാൻ പറയുന്നതല്ലേ, പക്ഷെ ഇവൻ കേക്കണ്ടേ? ഇപ്പോഴും കക്ഷിയുടെ ആറ്റിറ്റ്യൂഡ് അത് തന്നെയാ. എന്തായാലും ഇനി ഹോസ്റ്റലിൽ നിർത്തണ്ടെന്ന് തന്നെ തീരുമാനം. കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇവനെ സ്റ്റേറ്റ്സിൽ കൊണ്ടുപോകും. ചെന്നാൽ ഉടനെ അതിന്റെ പേപ്പേഴ്സൊക്കെ ശരിയാക്കണം. ഞാൻ സ്റ്റേറ്റ്സിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ നാട്ടിൽ MBA കൊണ്ട് വെള്ളക്കാരൻ്റെ കീഴിൽ അടിമപ്പണി ചെയ്യാനും. ഒന്നും കാണാതെ അച്ഛൻ ഇവനെ MBA ക്ക് വിടത്തില്ലല്ലോ. ഞാൻ സ്റ്റേറ്റ്സിലേക്ക് പോകാതിരിക്കാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. കാര്യം കണ്ടു കഴിഞ്ഞപ്പോ എന്നെ കളഞ്ഞിട്ട് പോയി കളയാവുന്ന വല്ല വിചാരവും മനസ്സിലുണ്ടേല്. കർത്താവാണ്, ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുകയും ചെയ്യും. ഇതൊരു സ്ഥിരം പാറ്റേൺ ഭീഷണിയാണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പേടിച്ചു. സോ എൻ്റെ MBA നാടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. നൗ ഐ എം തിങ്കിങ് ഓഫ് മൈ ഓൺ ബിസിനസ്. ഉവ്വ് ഈ തിങ്കുന്നതല്ലാതെ ഇന്നേ വരെ ഒരു പണിക്കും അവൻ പോയിട്ടില്ല. ഒരുമാതിരി റോഡ് വീലറിൻ്റെ സ്വഭാവ. ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും ദേ ഇങ്ങനെ. പക്ഷേ നല്ല രാശിയുള്ള ഇനവാ. അവൻ കാലുകുത്തി 1 മാസം തികഞ്ഞില്ല. നല്ല രീതിയിൽ നടന്നിരുന്ന ഗിൽബർട്ടിൻ്റെ ബിസിനസ് പൊട്ടി. രാഖ്യുരാമാനം ഗിൽബർട്ടും ഫാമിലിയും നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. തൻ്റെ എല്ലാമെല്ലാമായ സ്കൂട്ടർ ഗിൽബർട്ട് ഡൊമിനിക്കിന് സമ്മാനിച്ചു. ഇരിക്കട്ടെ, ഒന്നായി വരൂടാ പിതാവേ. വാടക ഇനത്തിൽ കുറച്ച് നഷ്ടമുണ്ടായാലെന്താ? അച്ചടക്കവും കൃത്യനിഷ്ഠയുമുള്ള ഒരു ഫാമിലി ഒഴിഞ്ഞു പോകുന്നത് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു കുളിർമ തോന്നി. അനിയ, ഇനി എന്താ ഇനി എൻ്റെ ഉദ്ദേശം? അടുത്ത ആഴ്ച എക്സാം തീരും, അതേ ഞാനങ്ങ് പോവും. ഒരാഴ്ച എന്നാ ശരി. ഓ, ഒരാഴ്ച കഴിഞ്ഞിട്ടും പോകാനുള്ള ഉദ്ദേശം അവനില്ലെന്ന് മനസ്സിലായപ്പോൾ ചെറിയ ബുദ്ധിമുട്ടോടെയാണെങ്കിലും ഞാൻ അവനെ കണ്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. അനിയ, എനിക്ക് കെട്ടിക്കാൻ പ്രായ ഒരു മോളുണ്ട്. ഇങ്ങനൊരു ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചാൽ അത് അവളുടെ ഭാവിയെ ബാധിക്കും. സോറി ഏട്ടാ, ചേട്ടൻ്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. ഒരു 2 ദിവസം അതിനുള്ളിൽ ഞാനെല്ലാം മാനേജ് ചെയ്യും. ഓ, അന്നേരം എനിക്കവനോട് ചെറിയൊരു സഹതാപം തോന്നി. ഒരച്ഛൻ്റെ മനസ്സ് അവന് മനസ്സിലായല്ലോ. ആ വലിച്ച് കേറ്റിനയുടെ കാശാലുള്ള മോനൊന്ന് വാങ്ങിച്ചു വായിക്കാൻ. ഇവൻ ഉമ്മൻ. രാവിലെ തന്നെ കെട്ടിയിരുന്നു ഓരോ വക്കോട്ട് ചെങ്ങന്മാര്. നാണം കെടുത്തല്ലേ കേറ. അളിയാ, നിന്റെ ബിസിനസ് പ്ലാൻ ഒക്കെ എന്തായി? ഐ ഹാവ് ലോട്ട് ഓഫ് പ്ലാൻസ് ബഡി. പക്ഷേ ഒരു ഫണ്ടർ കിട്ടണം. നിന്റെ ഡാഡികളപ്പോ എന്തിനാടാ വേറൊരു ഫണ്ടർ? ആ റിലേഷനൊക്കെ ചളായി മോനെ. ഞാൻ സ്റ്റേറ്റ്സിലേക്ക് ചെല്ലുന്നില്ലെന്ന് പറഞ്ഞപ്പോ പപ്പ എന്റെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് പാറ്റി ഇട്ടു. ഇപ്പൊ പുതിയ സ്ഥലത്ത് റെന്റ് ഒപ്പിക്കാനുള്ള ഓട്ടത്തില ഞാൻ. ഓഹോ, നീ എന്നെ റെന്റ് ഷെയറിങ്ങിന് വിളിച്ചു വരുത്തിയാണല്ലേ? ഞാനങ്ങനെ ചെയ്യൂടാ. എടാതെ, നമ്മൾ കേറി ചെല്ലുമ്പോ അവിടെ തവളയുടെ കണക്കിന് ഒരു സാധനം ഇരിപ്പുണ്ടാവും. മൈൻഡ് ചെയ്തേക്ക്. ഏതാ സാധനം? നമ്മുടെ ഓണറാ. കുരിശാണല്ലേ? ഇതാണോ തവള? മൈൻഡ് കണ്ടോ? നിർത്ത്. പിള്ളച്ചേട്ടനല്ലേ പറഞ്ഞത് തനിച്ച് താമസിച്ച ബുദ്ധിമുട്ടാവുന്നു. പോയാ ഇതിപ്പോ ഞങ്ങൾ 2 പേരല്ലേ. ഐ മാനേജ് ഇറ്റ്. ഇതൊരു മാതിരി കോണത്തിലെ മാനേജിങ് ആയിപ്പോയി. ഇതെന്താ, പട്ടി കടിച്ച? മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോ നമുക്ക് എന്തെങ്കിലും ന്യൂ ബിസിനസ് പ്ലാൻ ചെയ്താലോ? നീ പ്ലാൻ ചെയ്യ് ബഡി. പ്ലാനിങ്ങിന് ഫണ്ടർ വേണ്ടല്ലോ. ഇത് തനി നാടനാ. തീറ്റാനും വളർത്താനോ ആരുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഓടി നടന്ന് സ്വയം കണ്ടെത്തണം. എന്നാലോ ആർക്കും ഒരു വിലയില്ല. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഒരു ഇന്റർവ്യൂ ഉണ്ടേ. ഓഹോ, അപ്പൊ ഇതാണ് ആ പേപ്പർ തിന്നണ ഇനം.
പേപ്പർ വായന ഞാൻ നിർത്തി. അന്നേരം തീറ്റ നഷ്ടപ്പെട്ട നായയെപ്പോലെ എൻ്റെ നേരെ ഒന്ന് മുരണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയി. അവൻ്റെ പേപ്പർ തീറ്റ ഞാൻ നിർത്തിയത് കൊണ്ടാണോ എന്നറിയില്ല. പിറ്റേന്ന് അവൻ്റെ കെയർ ഓഫിൽ പുതിയ ഒരു ഇനം വന്ന് കയറി. രണ്ടെണ്ണത്തിൻ്റെ ശല്യമുണ്ടായിരുന്നെങ്കിലും ഈ ഒരിനം വന്നു കയറിയപ്പോഴാണ് എൻ്റെ മനസ്സമാധാനം പോയത്. ഇവൻ ഗൗതം. എന്തോ എടാ ഇത്? മാസ്റ്റർ അടുത്ത് ട്യൂഷൻ വരുന്ന കുട്ടിയാണോ? ഇതുവാ കഥയൊക്കെ ചേട്ടൻ പറഞ്ഞുതരാം. കാണും കാണും. ഇത് ഗൗതം, പാരഡൈസ് ബാറിലെ സിംഗർ കം ഗിറ്റാറിസ്റ്റാ. ഓ ഹായ്. നിന്റെ ബിസിനസ് പ്ലാനിന് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയ കക്ഷിയാ. ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. ഈ ഒരിനത്തിൻ്റെ മറ്റൊരു കുഴപ്പ ഓരിയിട്ട് ആളെ പേടിപ്പിക്കും. ഞാൻ ഇത്രേ പറഞ്ഞോളൂ. പറഞ്ഞു തീർന്നതും അവൾ എന്റെ ചെവിക്കുള്ളൊരു അടികളിയാ. നീ അത് വിടളിയാ. അതിനിടയ്ക്ക് ഇവിടെ വന്നിരുന്ന എവനും ഒരു സ്വൈര്യം തരൂല. അവന്റെ അപ്പച്ചന്റെ ഒരു പീലു. ഇവന്റെ ഈ ഓരിയിടല സഹിക്കാൻ കഴിയാത്ത ഈ കലാപരിപാടി മിക്ക രാത്രികളിലും കാണും. കിടന്നുറങ്ങടാ, പാതിരാത്രി ഓരിട്ട് മനുഷ്യനെ പഠിപ്പിക്കാതെ. സാർ, ഈ 3000 രൂപ നഷ്ടം. ഗൗതമന് അത് മനസ്സിലായല്ലോ. ഗൗതമന്റെ പാട്ടിന് 3000 രൂപ തരുന്നത് മാനേജ്മെന്റിന് നഷ്ടമാണ്. പക്ഷേ ചിലവന്മാർ വന്ന് 2 എണ്ണം അടിച്ചു അവിടെ ഇരിക്കും, എഴുന്നേറ്റ് പോലും. പിന്നെ കസ്റ്റമേഴ്സ് അല്ലേ, പിടിച്ചിറക്കി വിടാനും പറ്റത്തില്ല. അവിടെയാണ് ഗൗതമിന്റെ ചെറിയൊരു ഹെൽപ്പ്. ദാറ്റ്സ് ഓൾ. ഇവൻ സണ്ണി. ഇതാണ് ആ 4ാമത്തെ ഇനം. ബോട്ടിലിന്റെ വലിപ്പം മാത്രമുള്ള ഇവന്റെ സ്വഭാവം ബോട്ടിലുമായി ബന്ധപ്പെട്ടതാ. മണം പിടിക്കുന്നതിൽ ഇവൻ ഏറെക്കുറെ പോലീസ് നായ പോലെ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം മാത്രം, ഇവൻ പെൺവർഗത്തിന്റെ മണം മാത്രമേ പിടിക്കൂ. ബ്ലൂ ലേഡി. സോറി. ബ്ലൂ ലേഡി അല്ലേ കുട്ടി ഉപയോഗിക്കുന്ന പെർഫ്യൂം? യാ. ഹൗ ഡു യു നോ? നിങ്ങളെപ്പോലത്തെ കുട്ടികളൊക്കെ ബ്ലൂ ലേഡിയാണ് ഉപയോഗിക്കണേ. Oh, you shut up. ഒരു പെണ്ണിന്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ അവളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കുന്നതിനേക്കാൾ നല്ലത് അവളുടെ പെർഫ്യൂം നോക്കണതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ക്രിസ്ത്യൻ ഡിയോർ പറഞ്ഞ. ഇങ്ങനെ മണം പിടിച്ചു കഴിഞ്ഞാൽ ഇവൻ അത് എങ്ങനെയെങ്കിലും കടിച്ച് വലിച്ചെടുത്തോണ്ട് പോരും. ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരുപാടുണ്ട് അവന്റെ കയ്യിൽ. ബേബ് ഫ്രം ചാന്ദിനി, മൈ ലവ് ഫ്രം ടെസ, സംഗീത, സൗമ്യ മാത്യൂസ്, സോഫിയ, ടാനിയ. എടാ,
നമുക്ക് പെർഫ്യൂം ബിസിനസ് പ്ലാൻ ചെയ്താലോ? എങ്ങനെയുണ്ടോ? എടാ എനിക്കിതൊരു ബിസിനസ് പ്ലാൻ ആക്കാൻ പരിപാടിയില്ല. ഐ ഡിഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കേട്ടാ. ഈ പെർഫ്യൂം തിയറി കൂടാതെ അവന് മറ്റൊരു തിയറി കൂടിയുണ്ട്. ഓൾഡ് ഈസ് ഗോൾഡ്. എന്നെ പോലുള്ളവരുടെ ഉറക്കം കളയാനുണ്ടായ തിയറി. ബെസ്റ്റ് ലേഡി, ബെസ്റ്റ് ലേഡി, ബെസ്റ്റ് ലേഡി അല്ലേ? എന്തോ? ആന്റി ഉപയോഗിക്കുന്ന പെർഫ്യൂം ബെസ്റ്റ് ലേഡി അല്ലേ? അയ്യോ ഞാനതൊന്നും ഉപയോഗിക്കത്തില്ല. ഇത് കാച്ചി എണ്ണ പണമാ. ആണോ? എന്തും ആണോ ഇത്? എന്നിട്ട് കാച്ചിയണ്ണ ആന്റി? അത് പിന്നെ തുളസി ഇട്ട് കാച്ചിയ എണ്ണ. എന്താ അനിയന് വേണോ? കേറിപ്പോടിയാത്ത അവളുടെ ഒരു ചെടി പരിചരണം. കാച്ചിയ എണ്ണ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. പക്ഷെ അതോടെ ഇവളുടെ കാച്ചിയ എണ്ണ ഞാൻ നിർത്തിച്ചു. എന്തൊക്കെ പറഞ്ഞാലും മാഷും മോളില്ലാത്തപ്പോ അവരെനിക്കൊരു കൂട്ട. ഇത്രയായിട്ടും അവന്മാരെ ഇവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു പോങ്ങനാണ്. എന്നാ അങ്ങനെയല്ല. ബലം പ്രയോഗിച്ച അവന്മാരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ അതിൻ്റെ പേരിൽ അവന്മാരെന്തെങ്കിലും പറഞ്ഞു വരുത്തും. കെട്ടിക്കാറായൊരു മോളും കെട്ടിയിടാറായൊരു ഭാര്യയും ഉണ്ടെനിക്ക്. അവസാനം സഹികെട്ട് ഞാൻ ആ പണി ചെയ്തു. ഇനി സൂക്ഷിക്കേണ്ടത് നിങ്ങളാ. പരാതിയും പറഞ്ഞ് ഒരൊറ്റെണ്ണം ഇതിനകത്ത് വന്നു പോകരുത്. കറണ്ട് അടിക്കണ് ഹേ, കറണ്ട് അടിക്കണ്, കറണ്ട് അടിക്കണ്. എടാ ഉമ്മോ, ഓ നീ ആ തുളസീധരൻ പിള്ള കാണാതെ മീരയെ കണ്ടൊന്ന് സംസാരിക്കും. മീരയോട് ഇവനെന്ത് സംസാരിക്കാൻ? വാടകയുടെ കാര്യം ഇനിയും വൈകി അങ്ങനെ കിടന്ന് കാണാമെന്ന് പറയും. വാടക കറക്റ്റ് ആയിട്ട് കൊടുക്കാത്ത ആദ്യത്തെ ബാച്ചിലേഴ്സ് ആണല്ലോ നമ്മള്. അതൊക്കെ ശരിയാ. പക്ഷെ ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ വാടകയ്ക്ക് വേറെ വീട് കൊടുത്തിട്ടാണ്. അയാളാണെങ്കിൽ ഒരു കാരണം നോക്കിയിരിക്കാം. അതിന് ഇവൻ മീരയെ കണ്ടിട്ട് എന്താ കാര്യം? ഈ പേപ്പർ തീറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ നല്ലൊരു ഇമേജ് ഉള്ളത് ഇവനാ. മീര വഴി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കൂടി ചവിട്ടാലോ. ശരിയാവില്ല. അന്ന് നീ കൊടുക്ക്. എന്റെ ഷെയർ കേട്ടതാ. അപ്പൊ പിന്നെ അളിയാ വേറെ വഴിയൊന്നുമില്ല. ആ, കൊടുക്കടാ. ആ. ഞാൻ നോക്കട്ടെ. ഉറപ്പൊന്നും പറയുന്നില്ല, നോക്കാം. ഒരു പണിയെടുക്കാത്ത ഉറപ്പാടുകന്മാര്. ടൊയോട്ടയുടെ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത 2 മോഡൽസിനെ പറ്റി ഒന്ന് പറയും. സണ്ണി, സണ്ണിയുടെ ക്വാളിഫിക്കേഷൻസ് വളരെ പ്ലീസിംഗ് ആണ്. ബട്ട് ഇത്ര എക്സ്പെൻസീവ് കാറുകൾ വിൽക്കാനുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഞാൻ നോക്കിയിട്ട് സണ്ണിയിൽ കാണുന്നില്ല. സോ ഐ ഫീൽ യു റിജക്റ്റഡ് ഫ്രം ദിസ്. ബർബറി അല്ലേ താൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം? സണ്ണി, will you please get out from my office right now? ചേട്ടാ ഈ കിടക്കുന്ന സാധനം തലച്ചോപ്പം നടക്കണ്ടല്ലോ. ഇവര് പറയുന്ന സമയത്ത് വിറ്റ് തന്നാ പോരെ. ഞാൻ പറയട്ടെ വിറ്റ് തന്നാ പോരെ. ഇവരെന്തൊരു ഫിസിക്കൽ അപ്പിയറൻസ്? ഇവിടെ ഫിസിക്കൽ അപ്പിയറൻസ് എന്നെ പിടിക്കില്ല. എന്താണ്? ലുക്ക് മിസ്റ്റർ ഗൗതം, നിങ്ങൾ ഒരു മാസം മുഴുവനും പാടിയ കിട്ടുന്നത് വെറും 3000 രൂപയാണ്. ഇപ്പൊ അഡ്വാൻസ് ആയി 5000 രൂപ തരണമെന്ന് പറഞ്ഞാ സോറി, ഐ കാൻ ടേക്ക് എ റിസ്ക്. വലിച്ചെറിഞ്ഞ് കളഞ്ഞൂടായിരുന്നല്ലോ നിനക്ക് ആ പീറപ്പണി. നിന്റെ ഒന്നും വില ആക്കാൻ അറിയാൻ പാടില്ല. ലവ് യുടാ മച്ചാ. അതെ, തന്റെ ഈ 4 ടേബിളിന് 8 ചേർന്ന് വേണ്ടി ഇനി എന്റെ ഗിറ്റാർ ശബ്ദിക്കില്ല. ഐ ആം ലീവിംഗ്. കണ്ടോടാ, അതാണ് ആണത്തം. നിങ്ങളെന്താ ഇങ്ങനെ നിൽക്കണത്? ഞാൻ ഇത് സാധനം ഇറക്കിയേ. ഇത് നിങ്ങളുടെ മോന്ത അങ്ങോട്ട് മാറട്ടെ. വാ. അയ്യേ പുരുഷു, എന്തു പറ്റിയളിയാ? ഇതിന് മുമ്പ് ഒരു 5000 അഡ്വാൻസ് ആയി വാങ്ങിയത് ഇവിടെ തരാനുണ്ട്. അത് തന്നിട്ട് ഇത് കൊണ്ടുവയ്ക്കും. സർ പ്ലീസ്. എന്റെ ടീനെ ഞാനൊരു ജോലി ചെയ്തോണ്ടിരിക്കുന്നു പറഞ്ഞില്ലേ? ഇതും കൂടെ അവിടെ വെച്ചിട്ട് വരായിരുന്നില്ലേ? അറിയില്ലടാ അതിന്റെ വില. കുഴപ്പമില്ലടാ, നമുക്ക് വേറെ മേടിക്കാം. വാട കൊടുക്കാൻ കാശില്ലാത്ത നീക്ക് എവിടുന്നാണ് എനിക്ക് ഗിറ്റാർ ഉണ്ടാക്കി തരുന്നത്? നീയെ കൂടെ എന്റെ ലൈഫ് അളിയാ എന്തിനാടാ നീ ടെൻഷനാണ്? നീ നിന്റെ ഓമനക്കൂട്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് വരെ 100 ഗിറ്റാറാവും വാങ്ങി തരും. ആരുടെ ഈ ഓമനക്കുട്ടൻ? ഗിറ്റാറിസ്റ്റാ? ഗിറ്റാറിസ്റ്റാ അവനാ. ചാക്കാണ്ടാ പണച്ചാക്ക്. അവന്റെ അച്ഛനില്ലാത്ത ബിസിനസ് ഒന്നുമില്ല. ഇവന്റെ ഫ്രണ്ടാടാ.
എന്താണ് എന്താടാ ഇവിടെ തന്നെയല്ല വരാന്ന് പറഞ്ഞത്, നീ ഒന്ന് വിളിച്ചോക്കി. അവന്റെ ക്യാരക്ടർ നിനക്ക് ശരിക്കും അറിയാൻ പാടില്ല അതിന്റെ. അതൊക്കെ ഞാൻ മയത്തിൽ ഡീൽ ചെയ്തോളാം, നീ ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ മതി. നീ വിളിക്ക്. ആ വിളിക്കേണ്ട കാര്യമില്ല, ദേ വരുന്നുണ്ടാണ്. എന്തൊരു മുടിഞ്ഞ ട്രാഫിക്. അതെല്ലേ? ഇടയിൽ കൂടിയാ മെട്രോ. നൈസാണല്ലോ കട. അതെ അതെ അതെ. നീ എത്ര എന്നോട് ചോദിച്ചത്? ഓമനെ കൂടെ ഗിറ്റാർ സെലക്ട് ചെയ്യണ്ടേ? അതൊന്നും വേണ്ട, തിരക്കാണ്. വേണ്ട, നീ ഇത് വെച്ചോ. എടാ ഇത്രയൊന്നും വേണ്ട. വഴിക്ക് പോവല്ലേ, ചെണ്ടയും ബേബി കൊള്ളാല്ലേ, വാങ്ങിച്ചോ. അപ്പൊ ഓക്കെ, പറഞ്ഞ പോലെ. എടാ ഇതെന്റെ ഫ്രണ്ട്. ഹായ് ഡൊമിനിക്. ആ ഹലോ. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അയ്യോ ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കിലാണ്, നമുക്ക് താമസിയാതെ കാണാം. കാണണം. ബൈ. ബോക്സേഴ്സ്. നാളെ അവളുടെ വീട്ടിൽ പോകണ്ടല്ലേ? ഇത് കൊള്ളാം. ആ നല്ല പ്രിന്റ് ഉള്ള ചെടി, ഇത് മതി. ഇത് മതിയല്ലേ? എടുത്തോ. ഇത് പാക്ക് ചെയ്തോ. ഏതോ ടൈപ്പ്? എക്സ്ട്രാ ലോങ്. അത് തന്നെ. നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ അവൻ നാളേക്കുള്ള പ്രൊട്ടക്ഷൻ മേടിക്കാൻ നിൽക്കുക. വരുന്നുണ്ട്. ആ ചേട്ടാ ഒരു ഡബിൾ ബുൾസൈ. എന്താ വൈകി? ചേട്ടാ സെയിം. ഇവന് പൂക്കളും പ്രിന്റുള്ള ചെടി വേണം, അത് തപ്പി നടന്നതാ. പൂമ്പാറ്റയും തേനീച്ചയൊക്കെ വന്നിരിക്കൂട്ടാ. നല്ലല്ലേ? പൂമ്പാറ്റ, തേനീച്ച, ഓൾ കൂൾ. ഫണ്ടർ എന്താടാ? ഓമനക്കുട്ടൻ ആളൊരു സംഭവമാണ്. ക്യാഷ് എടുത്ത് വീശല്ലേ. നീ ബിസിനസിനെ കുറിച്ച് സംസാരിച്ചോ? ആള് ഫുൾ ബിസിയാ. വിത്തിൻ 2 days ഫസ്റ്റ് സിറ്റിംഗ് നടക്കും. ഈ പറയുന്ന പരിപാടി എന്തായാലും നടക്കാൻ പോകുന്നില്ല. ഓ എന്ത് പറഞ്ഞാലും മുടക്കം പറഞ്ഞോളൂ. ബി പോസിറ്റീവ് മാൻ. പോസിറ്റീവായിട്ട് ഈ ബുൾസൈൻ കയറ്റി. അവന്റെ പൊന്മുട്ടയിടുന്ന തറവേ നിനക്ക് വേണ്ടി മുട്ടയിടുന്നവനെ സഹിക്കണില്ല. അതെ, അവനിടുന്ന മുട്ട കൊണ്ട് അവന്റെ മൂലക്കുരുവെങ്കിലും മാറിയാൽ മതിയായിരുന്നു. അളിയാ, ഓ നീ മറ്റേ സാധനം പടച്ചേ. ഏത്? മറ്റേ പുതിയ സാധനം പടക്കടാ, കേക്കട്ടെ? ഓക്കെ. നിർത്തടാ, നിന്നെ കൊടുക്കുന്ന ഒരു മോങ്ങലേ. ഞാൻ തീരുമാനിച്ചോളേ. ഓമനക്കുട്ടനുമായി ചെയ്യാനുള്ള പുതിയ ബിസിനസ് ഞാൻ ഡിസൈഡ് ചെയ്തു. നന്നായിരിക്കും. നിനക്ക് വേറെ നീ മിണ്ടരുത്. വായ ഓർന്ന് ഞാൻ നെഗറ്റീവ് മാത്രം പറയുള്ളൂ. അല്ലെങ്കിൽ ഓമനക്കുട്ടൻ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് ഒഴുകാനൊന്നും പോകണ്ട. ഏതായാലും സിനിമ കഴിഞ്ഞിട്ട് വിഴിഞ്ഞാ പോരെ, പോയി ടിക്കറ്റ് എടു. നീ സണ്ണി വിളിച്ചവനെ ടിക്കറ്റ് എടുക്കണോന്ന് വെച്ചേ. ഓ ചേഞ്ച് കഴിഞ്ഞിട്ട് എപ്പോ വരാനാ? എടോ ഇവിടെ 3G ഇല്ലേ? എടോ 3G ഇല്ലേ ഇവിടെ? 3G? ആ ഓ എന്റെ ഫോണിലുണ്ടല്ലോ. ഉണ്ടല്ലോ. ഇല്ലേ? ആ അതാണ്.